ലോക്സഭയിലെ ബജറ്റ് ചർച്ചയിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച ഡോക്ടർ ശശി തരൂർ MP കാർഷിക വിദ്യാഭ്യാസ മേഖലയെ ബജറ്റിൽ അവഗണിച്ചെന്ന് ശശി തരൂർ കുറ്റപ്പെടുത്തി. ബജറ്റിൽ കേരളത്തിന് സമ്പൂർണ്ണ അവഗണനയാണ്. നിരന്തര ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടും റെയിൽവേ, ആരോഗ്യ മേഖലകളിൽ കേരളത്തിനായി പ്രഖ്യാപനങ്ങൾ ഉണ്ടായില്ലെന്നും ശശി തരൂർ കുറ്റപ്പെടുത്തി. First year of the NDA government, the promise was announced. The promise still remains unrealized. A state with one of the strongest public health records in the country continues to wait, while this budget, like its predecessors, offers neither clarity, nor timelines, nor urgency. 22 aims have been sanctioned across India, Mr. Chairman, but when it comes to Kerala, the silence is deafening. And aims that is not even a dot on a map is not institution building, it is institutional disregard. Kerala does not lack need, capacity, or credibility. What it lacks, it seems, is visibility in this government's priorities. Why, Mr. Chairman, is Kerala invisible to this government? I'd like to know. അതേസമയം ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യുന്നതിന് അവിശ്വാസ പ്രമേയ നോട്ടീസുമായി പ്രതിപക്ഷം. 118 പ്രതിപക്ഷ അംഗങ്ങൾ ഒപ്പുവെച്ച നോട്ടീസ് ലോക്സഭാ സെക്രട്ടറി ജനറലിന് കൈമാറി. ചരിത്രത്തിൽ 4ാം തവണയാണ് ലോക്സഭാ സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയ നോട്ടീസ് നൽകുന്നത്. വിവരങ്ങളുമായി ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട്. ബൽറാം, വലിയ ബഹളങ്ങൾക്കാണ് ഇന്നും ലോക്സഭ സാക്ഷ്യം വഹിച്ചത്. ഇന്നിപ്പോൾ 118 പേർ ഒപ്പിട്ടു. അതിനിടയിൽ തൃണമൂൽ കോൺഗ്രസ് ഈ അവിശ്വാസ പ്രമേയ നോട്ടീസിനുള്ളതിൽ ഒപ്പുവെച്ചില്ല എന്നും അറിയാൻ കഴിഞ്ഞു. പക്ഷേ ഇപ്പോഴവിടെ ഒരു സമവായ ശ്രമം നടന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ ആ സമവായ ശ്രമങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു? ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? സ്മിത, ഇപ്പോൾ ഈ ബജറ്റിലുള്ള പൊതുചർച്ച തുടരുകയാണ്. അതിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ശശി തരൂർ MP ആണ് ഇപ്പോൾ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നത്. കേന്ദ്ര സർക്കാരിനെതിരെ കടുത്ത വിമർശനങ്ങൾ തന്നെയാണ് അദ്ദേഹം ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തെ അവഗണിച്ച വിഷയങ്ങൾ ഓരോന്നും അദ്ദേഹം എണ്ണി തന്നെ പറയുന്നുണ്ട്. കേരളത്തെ ഈ സർക്കാർ എന്തുകൊണ്ടാണ് കാണാത്തത്? 22 എയിംസുകൾ അനുവദിച്ചു. എന്നാൽ കേരളത്തിന് കാലങ്ങളായുള്ള ആവശ്യമാണ് എയിംസ്. കേരളത്തിന് ഒന്നുപോലും അനുവദിച്ചില്ല. എയിംസിന്റെ കാര്യത്തിൽ കേരളത്തോട് കാണിക്കുന്നത് വ്യവസ്ഥാപിതമായ അവഗണന എന്ന വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. കൂടാതെ രാജ്യത്ത് വിവിധ ഇടങ്ങളിൽ നിപ്പറുകൾ പ്രഖ്യാപിച്ച ഘട്ടത്തിലും ദക്ഷിണേന്ത്യയെ അവഗണിച്ചു. കേരളം അടിസ്ഥാന സൗകര്യ വികസന മേഖലയിലും ഒപ്പം തന്നെ രാജ്യത്തെ ഏറ്റവും ആരോഗ്യ സംവിധാനങ്ങളുള്ള സംസ്ഥാനമാണ്. എന്നിട്ട് പോലും കേരളത്തിന് ഒരു നൈപ്പർ അനുവദിച്ചില്ല എന്നുള്ള വിമർശനമാണ് ശശി തരൂർ MP ഉന്നയിച്ചത്. അദ്ദേഹത്തിന്റെ പ്രസംഗം തുടരുകയാണ്. അതേസമയം അസാധാരണമായ ഒരു നീക്കമാണ് ഇന്ന്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.